അനീഷ് പ്രതികരിച്ചിരുന്നില്ലേ? ഞാൻ പ്രതികരിച്ചില്ല ലാലേട്ടാ. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പോൾ അനുമോളുടെ ബെഡ് മൊത്തം വെള്ളം മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഞാൻ മുഖത്ത് നോക്കി തന്നെ പ്രതികരിച്ച് ഈ നിവിൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. എന്താണ് ഇവരുടെ പ്രോബ്ലം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ഈ 3 ക്യാപ്റ്റന്മാരും കൂടെ ഒന്നിച്ച് ക്യാപ്റ്റൻ ആക്കിയപ്പോൾ അവർക്ക് ഭയങ്കര അഹങ്കാരമായി. ഈ ഹൗസിൻ്റെ ക്യാപ്റ്റൻസി കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ അഹങ്കാരത്തിൻ്റെ മത്ത് തലയ്ക്ക് പിടിച്ച് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് അവർ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്. അത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് ഈ വീക്ക് കടന്നുപോയത്. ഇവർ 3 പേരും ഈ വീട്ടിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കലക്കി മറിച്ച ഒരവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ഒരാഴ്ച ഈ വീട് കടന്നുപോയത് എല്ലാ അർത്ഥത്തിലും. നൂറ, എന്താണ് ഈ വീട്ടിലെ പ്രശ്നം? നിവിൻ എന്താ പ്രശ്നം? അല്ല, ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ലാലേട്ടാ, അത് നീ ചെയ്തത് തെറ്റാണെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ ദേഷ്യത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. പക്ഷേ നിവിൻ ചെയ്ത പ്രവർത്തികൾ തെറ്റ് തന്നെയാണ്. അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഒരാൾ കിടക്കുന്ന ബെഡിൽ അങ്ങനെ വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ ആ ബെഡ് മാറ്റി കൊടുക്കാൻ നോക്കി. പക്ഷേ അനുമോളെ കിടന്നില്ല. അനുമോൾ വെളിയിലാണ് കിടന്നത്. അവൾക്കും ഭയങ്കര വിഷമമായി നിവിൻ അങ്ങനെ ചെയ്തപ്പോൾ. എപ്പോഴും അനുമോളെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് ലാലേട്ടാ. അനുമോളുടെ ബാക്കിൽ കൂടി ഇങ്ങനെ നടന്ന് ട്രിഗർ ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാനിങ്ങനെ കാണാറുണ്ട്. എന്താ കാര്യമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. അതെന്താണെന്നറിയില്ല, എന്തോ പ്രശ്നമുണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ. അതാണ് ഇങ്ങനെ വലുതായി വരുന്നത്. അനുമോൾ എന്താണ് പ്രശ്നമെന്ന് ലാലേട്ടൻ അനുമോളോട് ചോദിക്കും. അപ്പോൾ ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.